തൃശ്ശൂരിൻ്റെ അഭിമാനവും അഹങ്കാരവും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം കളക്ടർ ബ്രോ ഇപ്പോൾ ഒരു അംഗീകാരത്തിൻ്റെ തിളക്കത്തിലാണ്. അതായത് മികച്ച കളക്ടർ എന്നുള്ള അംഗീകാരത്തിൻ്റെ തിളക്കത്തിലാണ്. ജില്ലാ ഭരണകൂടവും ജില്ലാ ശിശുവികസന വകുപ്പും കൂടെ സംയുക്തമായി ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ TCയുടെ ഭാഗത്തു നിന്നൊരു ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. സർ, എങ്ങനെയാണ് ഈ ഒരു അംഗീകാരത്തിനെ നോക്കിക്കാണുന്നത്? ICDSൻ്റെ ഭാഗമായിട്ടാണ് ഒരു വെസ്റ്റ് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ അവാർഡ് കിട്ടിയത്. പ്രധാനമായിട്ട് പറഞ്ഞ പോലെ തന്നെ ജില്ലാ ഭരണകൂടവും ICDSും കൂടെ ചേർന്നിട്ട് വിവിധ പ്രവൃത്തികൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും അംഗനവാടികൾക്ക്, ഭൂമിയില്ലാത്ത അംഗനവാടികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവർക്ക് ഭൂമി ലഭിക്കാനുള്ള ഒരു ആക്ടിവിറ്റീസും പിന്നെ അംഗനവാടികളായിട്ടും കുട്ടികളായിട്ടും ചേർന്നുകൊണ്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഒരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു അംഗീകാരം കിട്ടിയത്. ഇത് ആക്ച്വലി ഇതിൽ എല്ലാവരും പാർട്ടാണ്. ICDSൻ്റെ ഫുള്ള് ടീം ഇതിൽ പാർട്ടാണ്, റവന്യൂൻ്റെ ഉദ്യോഗസ്ഥർ പാർട്ടാണ്, ജനപ്രതിനിധികൾ ഇതിൽ പ്രധാനപ്പെട്ട പാർട്ടാണ്, പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് എവിടേക്കാണോ ഏതാണോ ആവശ്യം ആ രീതിക്ക് നമ്മൾ പോകുന്നുണ്ടായിരുന്നു. നമ്മൾ എല്ലാ മാസവും ഇതിൻ്റെ റിവ്യൂ നടക്കുന്നുണ്ടായിരുന്നു. ഭൂമിയായിട്ട് വന്നത് കുറേയൊക്കെ നമുക്ക് കിട്ടി, പിന്നെ കുറേ കിട്ടുന്നതിൻ്റെ നടപടികൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രധാനമായിട്ട് അല്ലാതെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വായിക്കാം അംഗനവാടികൾ ബേസ് ചെയ്തിട്ട് എല്ലാ ജനറേഷനിലുള്ളവർക്കും വായിക്കാനുള്ളൊരു ലൈബ്രറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10ൻ്റെ മേലെ അംഗൻവാടികൾ സ്റ്റാർട്ട് ചെയ്തു. ബാക്കിയുള്ളതിന് നടപടി വരുന്നുണ്ട്. പിന്നെ മറ്റ് മീറ്റ് ദ കളക്ടർ പ്രോഗ്രാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടും അംഗൻവാടികൾ ബേസ് ചെയ്തും ചെയ്ത പ്രവൃത്തിൻ്റെ ഭാഗമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ട് എല്ലാവരുടെയും ഒരു എഫേർട്ടാണ്. ജില്ലാ ഭരണകൂടത്തിന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ്, ടീം വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കിട്ടിയത്. അതുപോലെ തന്നെ ഈ അവാർഡിന് ഏറ്റവും കൂടുതൽ മധുരം കൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ ആ വേദിയിൽ തന്നെ അംഗനവാടി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന അമ്മയ്ക്കും കൂടെ ഒരു ആദരവ് കിട്ടി. എങ്ങനെയാണ് ആ ഒരു നിമിഷത്തിന് എത്രത്തോളം അഭിമാനം തോന്നി ആ ഒരു നിമിഷം? ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇപ്പോൾ ICDS ചെറുപ്പം തൊട്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണ്. കാരണം അമ്മ അംഗനവാടി ടീച്ചറാണ്. ഇപ്പോൾ 26 വർഷമായിട്ട് അംഗനവാടിയിലാണ് നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അംഗീകാരത്തിന് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഫീലും ഉണ്ട്. പിന്നെ ICDS പ്രത്യേകമായിട്ടും അമ്മയെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വേദിയിൽ അമ്മയെ അനുമോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ളതാണ്. വുമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ തന്നെ ഒരുപാട് പേര് ആ വേദിയിൽ സമ്മാനം മേടിച്ചിട്ടുണ്ടായിരുന്നു. വയനാട് ജില്ലാ കളക്ടറും ഇതിൽ കൂടെ ചേർന്നിട്ടായിരുന്നു തൃശ്ശൂരിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് അംഗൻവാടി ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു പ്രോഗ്രാമായിരുന്നു എന്നല്ലേ, വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. അതുപോലെ തന്നെ ജില്ലയുടെ ഭരണാധികാരി എന്നുള്ള നിലയിൽ ജില്ലയിലേക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. മികച്ച അംഗനവാടി ടീച്ചർ എന്നുള്ള നിലയിലേക്കൊക്കെ ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജില്ലാ ഭരണാധികാരി എന്നുള്ളതിൽ എത്രത്തോളം സന്തോഷവാനാണ് ആ ഒരു കാര്യത്തിൽ? അതെ, നമ്മൾ തൃശ്ശൂർ ജില്ല എന്ന് വെച്ചാൽ പെർഫോമൻസിലെ മിക്ക കാര്യങ്ങളും നമ്മൾ മുന്നിൽ തന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് കളക്ടറേറ്റ് അവാർഡ് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ 3ാം സ്ഥാനം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അംഗൻവാടികളായാലും നമുക്ക് 10ഓളം പുരസ്കാരങ്ങൾ നമ്മുടെ ജില്ലയിൽ ഈ ഒരു ICDS വിഭാഗത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും നല്ല ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വർക്കാണ് നമ്മുടെ പ്രധാനമായിട്ടും കാഴ്ചവെക്കുന്നത്. എല്ലാവരും നമ്മൾ എന്ത് ചെയ്താലും നല്ലൊരു സപ്പോർട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നും കിട്ടാറുണ്ട്. ആ ഒരു സ്നേഹവും സപ്പോർട്ടും സന്തോഷവും അതുതന്നെയാണ് വലിയ സന്തോഷമായിട്ടുള്ളത്. അപ്പോൾ ഈ അംഗീകാരങ്ങളൊക്കെ ഈ ഒരു മേഖലയിൽ മികച്ച സേവനങ്ങൾ ഇനിയും കാഴ്ചവെക്കാനുള്ള ഒരു കരുത്തായി മാറുമെന്ന് വിശ്വസിക്കുന്നു. ഷുവർ, നമ്മൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ നമ്മൾ അവാർഡൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിൻ്റെ എഫേർട്ടിന് കിട്ടുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഒരു സന്തോഷമുണ്ട്. ഇലക്ഷൻ്റെയും നമ്മൾ കഴിഞ്ഞ മാസം DOൻ്റെ അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. അത് പ്രധാനമായിട്ടും ഒരാളുടെ മാത്രമല്ല, എല്ലാവരുടെയും ഒരു പ്രവൃത്തിയാണ്, ഒരു ടീം വർക്കാണ്. ഞാൻ പറയുന്ന പോലെ തന്നെ അതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. ഇതെല്ലാം അവർക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് സമർപ്പിക്കുകയാണ്. പ്രധാനമായിട്ട് ഈ അവാർഡ് നിന്ന് അംഗൻവാടി പ്രവർത്തകർക്ക് വേണ്ടിയിട്ടായിട്ട് ഈ അവാർഡ് സമർപ്പിക്കുകയാണ്. സാറിനൊരു അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അതൊരു പേഴ്സണൽ വിന്ന് തന്നെയാണ്. അപ്പോൾ സാറിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.